ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സച്ചി രവിയോട് പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെ എൻ്റെ കാറിലൊരു പ്രസവം നടന്നു അച്ഛാ, ഞാനാണ് വണ്ടിയിൽ മുഴുവനെ തുണിയൊക്കെ ചുറ്റിയിട്ട് ആ പെണ്ണ് പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രവിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കാറിലൊരു പ്രസവം നടന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും സച്ചി ഇതൊക്കെ പോയിട്ട് രേവതിയോട് പറയുന്നുണ്ട്, അങ്ങനെ നമുക്കൊരു കുഞ്ഞ് വേണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി ആണെങ്കിലോ ഇങ്ങനെ വേറെ എവിടേക്കെങ്കിലും ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ രേവതിയോട് ചോദിക്കുന്നത്, എന്താ രേവതി, ഞാൻ നിന്നോടല്ലേ പറയണത്, നിനക്കെന്താ നീ ഒന്നും കേൾക്കാതിരിക്കണത് അപ്പോൾ രേവതി ആണെങ്കിൽ ആകെ അന്തം പറഞ്ഞിട്ടായിരിക്കണത്. എന്തായാലും പിന്നെ രേവതി ഇങ്ങനെ അടുക്കളയിൽ പോയിട്ട് ഓരോന്ന് തെറ്റി ചെയ്യണ സമയത്ത് നമ്മുടെ വർഷ വന്നിട്ട് പറയുന്നത്, എന്തോ ചേച്ചിക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ച ചേച്ചി, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി വർഷയോട് പറയുന്നുണ്ട്, വർഷേ ശ്രുതി രണ്ടാമത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പിനാണ് പോയിരുന്നത്, ആദ്യത്തെ പ്രസവം അവളുടെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ചേച്ചി ഇതൊക്കെ പറയണമെന്ന് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, വർഷയെ ഒന്ന് പതുക്കെ പറയാം, വേറെ ആരും കേൾക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. വർഷയ്ക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിൽ നിൽക്കാതെ വേഗം ശ്രീകാന്തിനോട് പോയി പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇങ്ങനെ ശ്രുതി എടുത്തി രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പിനാണ് പോയിരുന്നത്, ആദ്യം പ്രസവം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്ത് വർഷയോട് പറയുന്നത്, നീ വെറുതെ കുട്ടിക്കളി കളിക്കാൻ നിൽക്കണ്ട വർഷേ, വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ, ഇല്ല ശ്രീകാന്തെ ഞാൻ സത്യമാണ് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്തനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാതെ വേഗം പോയി സച്ചിയോട് പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അപ്പളേ പാർലെടുത്തിയ സംശയം ഉണ്ടായിരുന്നു, അവർക്ക് എന്തൊക്കെയോ കള്ളത്തരണ്ടെന്ന് എനിക്ക് അപ്പളേ തോന്നിയായിരുന്നു, അപ്പോൾ അതൊക്കെ സത്യമായില്ലേ, ഇനിയിപ്പോൾ എന്താ അതിനൊരു വഴി എന്നൊക്കെ ആലോചിച്ച് നിൽക്കേണ്ടത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.